ഇന്ന് ഞാൻ എനിക്കറിയാവുന്ന 4 ചെസ് ട്രിക്സ് ആണ് പറഞ്ഞു തരാൻ പോകുന്നത്. ഒന്നാമത്തെ ട്രിക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ രാജാവിന്റെ കിങ്ങിന്റെ മുകളിലുള്ള 3 കാരാളിനെ നിങ്ങൾ 3 കാരാളിൽ ഏതെങ്കിലും ഒരെണ്ണത്തിനെ നിങ്ങൾ ആദ്യം നീക്കാതിരിക്കുക. കാരണം അങ്ങനെ നീക്കിയാൽ ചെക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. റൂക്കാണെങ്കിലും ക്യൂനാണെങ്കിലും നമുക്ക് പെട്ടെന്ന് രാജാവിൽ നിന്ന് വന്ന് ചെക്ക് തന്ന് നമ്മൾ തോൽപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. ആ 3 കാരാളിനെ ഇപ്പം നീക്കണമെന്ന് വെച്ചാൽ ചെക്ക്മേറ്റ് തരാൻ ഉള്ള സാധ്യതയുണ്ട്. നമുക്ക് നേരെ വന്ന് രാജാവിൻ്റെ അടുത്ത് വന്നിരുന്ന് ചെക്ക്മേറ്റ് തരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ചെക്ക്മേറ്റ് തരാറാകുമ്പോൾ മാത്രം അതിനെ മൂവ് ചെയ്യിപ്പിക്കുക. ഓക്കെ, അതാണ് ഫസ്റ്റ് ട്രിക്ക്. രണ്ടാമത്തെ ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആണെങ്കിൽ നൈറ്റിനെ രക്ഷിക്കാൻ വേണ്ടി ബിഷപ്പിനെ കളയാതിരിക്കുക. കാരണം ബിഷപ്പാണ് കുറച്ചുകൂടെ ലോങ് ഡിസ്റ്റൻസിൽ നിന്ന് അറ്റാക്ക് ചെയ്യാൻ പറ്റിയത്. അതുകൊണ്ട് നൈറ്റിന് വേണ്ടിയിട്ട് ബിഷപ്പിനെ കളയാതിരിക്കുക. അതാണ് രണ്ടാമത്തെ ട്രിക്ക്. മൂന്നാമത്തെ ട്രിക്ക് എന്ന് പറയുന്നത് റൂക്കിന്റെ മുമ്പിലുള്ള ഈ ഒരു കാരാളിനെ 2 സ്പേസ് അല്ലെങ്കിൽ 1 സ്പേസ് ആണെങ്കിലും മുമ്പോട്ട് നീക്കിയാൽ മതി. അപ്പം റൂക്കിന് ഫ്രീ ആകും. റൂക്കിന് സൈഡിൽ കൂടെ ബിഷപ്പിന് വന്ന് റൂക്കിന് ചെക്ക് കൊടുത്താൽ നമ്മൾ പെട്ടുപോകും. അങ്ങനെ പെട്ടുപോകാതിരിക്കാൻ വേണ്ടി ആദ്യം ഈ റൂക്കിനെ രണ്ടും ഇങ്ങനെ സ്വതന്ത്രമാക്കി വിടുന്നത് നല്ലതായിരിക്കും. ലാസ്റ്റത്തെ ഒരു ട്രിക്ക് എന്ന് പറയുന്നത് സെന്റർ എപ്പോഴും നമ്മൾ കൺട്രോൾ ചെയ്യണം. നമ്മൾ സെന്റർ കൺട്രോൾ ചെയ്താൽ അപ്പുറത്തെ ബ്ലാക്ക് ചെസ് പീസ് അല്ലെങ്കിൽ നമുക്കെതിരെ കളിക്കുന്ന ആൾക്ക് നമ്മുടെ അടുത്തോട്ട് പെട്ടെന്ന് വന്ന് അറ്റാക്ക് ചെയ്യാതിരിക്കാൻ, നമ്മുടെ ആ കളിക്കുന്ന സ്ഥലത്തോട്ട് കടന്നു വന്ന് നമ്മളെ പെട്ടെന്ന് അറ്റാക്ക് ചെയ്യാതിരിക്കാൻ സാധിക്കും. സെന്റർ കൺട്രോൾ ചെയ്താൽ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.